അമേരിക്കയിലെ F-15 പോർ വിമാനത്തിൽ നിന്ന് കാണാതായ പൈലറ്റിന് വേണ്ടിയുള്ള രക്ഷാദൌത്യത്തിനിടെ യുഎസിന് കനത്ത പ്രഹരം ഏൽപ്പിച്ചതായി ഇറാൻ. യുഎസിന്റെ C-130 ട്രാൻസ്പോർട്ട് വിമാനം ഉൾപ്പെടെ തകർത്തെന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ അവകാശവാദം. ഇന്ന് രാവിലെ വ്യോമസേന, കരസേന, ബാസിജ് പോലീസ് കമാൻഡ് സേന എന്നിവർ നടത്തിയ സംയുക്ത ആക്രമണത്തിലാണ് വലിയ സൈനിക വിമാനമായ C-130യും ഹെലികോപ്റ്ററുകളും തകർത്തതെന്ന് ഇറാൻ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം യുഎസിന്റെ F-15 ഉൾപ്പെടെ 2 പോർ വിമാനങ്ങൾ ഇറാൻ തകർത്തിരുന്നു. F-15 വിമാനത്തിലെ രണ്ടാമത്തെ പൈലറ്റിനെയും രക്ഷിച്ചതായി ട്രംപ് അറിയിച്ചതിന് പിന്നാലെയാണ് യുഎസിന്റെ കൂടുതൽ വിമാനങ്ങൾ തകർത്തെന്ന അവകാശവാദവുമായി ഇറാൻ രംഗത്തു വന്നത്. ഇസ്ഫഹാന് തെക്ക് വച്ച് നടത്തിയ ആക്രമണത്തിൽ C-130 മിലിറ്ററി ട്രാൻസ്പോർട്ട് വിമാനവും 2 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകളും തകർത്തെന്ന് IRGC സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് വക്താവ് വ്യക്തമാക്കി. ഇസ്രായേലിന്റെ ഡ്രോണും വെടിവെച്ചു വീഴ്ത്തിയതായി ഇറാൻ അവകാശപ്പെടുന്നു. മണിക്കൂറുകൾ നീണ്ട US സൈന്യത്തിന്റെ ധീരമായ രക്ഷാപ്രവർത്തനങ്ങളുടെ ഫലമായി കാണാതായ വെപ്പൺ സിസ്റ്റം ഓഫീസറെ കണ്ടെത്തിയെന്നാണ് ട്രംപ് സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചത്. വെള്ളിയാഴ്ചയാണ് US യുദ്ധവിമാനം F-15 സ്ട്രൈക്ക് ഈഗിളിനെ ഇറാൻ വെടിവെച്ചു വീഴ്ത്തിയത്. പൈലറ്റും വെപ്പൺ സിസ്റ്റം ഓഫീസറുമായിരുന്നു ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഒരാളെ ഉടൻ രക്ഷിക്കാൻ കഴിഞ്ഞെങ്കിലും വെപ്പൺസ് ഓഫീസറെ കാണാതാവുകയായിരുന്നു. 2 ദിവസമായി സൈനികനെ പിടികൂടാനായി ഇറാനും രക്ഷിക്കാനായി യുഎസും ശ്രമം നടത്തുന്നുണ്ടായിരുന്നു. പ്രാദേശിക സമയം ഞായറാഴ്ച രാവിലെയാണ് ഇദ്ദേഹത്തെ രക്ഷിക്കാനായത്. ഇദ്ദേഹത്തെ പുറത്തെത്തിച്ചുവെന്നും വിവരങ്ങൾ പുറത്തുവന്നു. ഒറ്റ ദിവസം കൊണ്ട് യുഎസിന്റെ 2 ആധുനിക യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതിലൂടെ ട്രംപിന് അപ്രതീക്ഷിത പ്രഹരമാണ് ഇറാൻ നൽകിയത്. അതേസമയം ഇറാനിലെ രക്ഷാദൌത്യത്തിനിടെ തകരാറിലായ അമേരിക്കയുടെ 2 ഗതാഗത വിമാനങ്ങൾ നശിപ്പിക്കാൻ ഉത്തരവിട്ടതായി സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ശത്രുക്കളുടെ കയ്യിലെത്തുന്നത് തടയാൻ വേണ്ടിയാണ് വിമാനങ്ങൾ നശിപ്പിച്ചതെന്നാണ് യുഎസ് വാദം. കൂടുതൽ വിമാനങ്ങൾ നഷ്ടമാകുന്നത് യുഎസിന് യുദ്ധത്തിൽ വലിയ തിരിച്ചടിയാണ്. അജയ്യം എന്നറിയപ്പെടുന്ന F-15 പോർ വിമാനമാണ് ഇറാൻ ആദ്യം വീഴ്ത്തിയത്. ഹോർമുസ് കടലിടുക്കിന് സമീപം ഉയർന്നു പറന്ന യുഎസിന്റെ തന്നെ A-10 വാർത്തോഗ് വിമാനവും ഇറാൻ വെടിവെച്ചിട്ടു. ഇതിന്റെ പൈലറ്റ് സ്വയം രക്ഷപ്പെട്ടു. നേരത്തെ കുവൈത്തിൽ അബദ്ധത്തിൽ യുഎസിന്റെ 3 F-15 വിമാനങ്ങളും തകർന്നിരുന്നു. അതേസമയം ഏപ്രിൽ 3-നാണ് യുഎസിന്റെ F-15 ഫൈറ്റർ ജെറ്റ് ഇറാനിൽ തകർന്നു വീണത്. പൈലറ്റും വെപ്പൺ സിസ്റ്റംസ് ഓഫീസറും ഉൾപ്പെടെ വിമാനം ശത്രു രാജ്യത്ത് പതിച്ചതോടെ അതിജീവിച്ചവരെ ഇറാനിയൻ സേന പിടികൂടുമെന്ന ഭയത്താൽ യുഎസ് സേന അടിയന്തര തിരച്ചിലും രക്ഷാപ്രവർത്തനവും ആരംഭിച്ചിരുന്നു. വ്യോമസേനയുടെ പിന്തുണ, ഏകോപിതമായ സ്പെഷ്യൽ ഫോഴ്സ് പ്രവർത്തനം എന്നിവയിലൂടെയായിരുന്നു ഇറാനിയൻ അതിർത്തിക്കുള്ളിൽ പതിച്ച രണ്ടാമത്തെ A-15 വിമാനത്തിലെ അംഗത്തെ രക്ഷപ്പെടുത്തിയത്. തികച്ചും അപകടകരമായ ദൌത്യമായിരുന്നു ഇത്. വിമാനം തകർന്നു വീണതോടെ അതിലുണ്ടായിരുന്നവരെ കണ്ടെത്താൻ ഇറാനിയൻ അധികൃതർ സാധാരണക്കാരോട് സഹായ അഭ്യർത്ഥന നടത്തിയതോടെ രക്ഷാപ്രവർത്തന ശ്രമങ്ങൾ സങ്കീർണമാവുകയും വിമാനത്തിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ സുരക്ഷിതമായി തിരികെ കൊണ്ടുവരാനുള്ള നടപടികളിൽ ഏർപ്പെട്ട യുഎസ് സൈനികർക്ക് അപകട സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഒരംഗത്തെ നേരത്തെ രക്ഷപ്പെടുത്തിയെങ്കിലും രണ്ടാമത്തെയാൾ ശത്രു രാജ്യത്ത് ഒറ്റപ്പെട്ടു. സ്പെഷ്യൽ ഫോഴ്സ്, ഇന്റലിജൻസ് സംവിധാനങ്ങൾ, വ്യോമസേനയുടെ പിന്തുണ എന്നിവ ഉൾപ്പെട്ട സങ്കീർണമായ രക്ഷാപ്രവർത്തനമാണ് പിന്നീടുണ്ടായത്. വിമാനം തകർന്നു വീണതിനു ശേഷം യുഎസ് വ്യോമസേനാംഗം ഏകദേശം 24 മണിക്കൂറോളം പിടിയിൽപ്പെടാതെ കഴിഞ്ഞു. അതിജീവന പരിശീലനം ഉപയോഗിച്ച് അപകട സ്ഥലത്ത് നിന്ന് മാറി പർവ്വത പ്രദേശങ്ങളിൽ ഒളിച്ചു. ഇറാനിയൻ സേന ആ പ്രദേശം തിരയുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ട വൈമാനികനെ ട്രാക്ക് ചെയ്യുന്നതിനായി രക്ഷാപ്രവർത്തകർ സിഗ്നലിംഗ് രീതികൾ ഉപയോഗിച്ചു. ഇറാനിയൻ സേനയും പ്രാദേശിക ശൃംഖലയും യുഎസ് സൈനികനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ വർദ്ധിപ്പിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.